ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ സുഹൃത്തുക്കൾ, മറ്റു കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാൻ നിൽക്കുന്ന വിഷയം, നമ്മൾ ഒരു സുഹൃത്തിന് അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാർക്ക് നമ്മൾ ദാനധർമ്മം ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് നമ്മൾ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു ചെറിയൊരു പ്രാർത്ഥനയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ദാനധർമ്മം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആർക്കാണോ ദാനധർമ്മം ചെയ്യുന്നത്, നിങ്ങൾക്ക് അയൽവാസിയാണെങ്കിലും മറ്റു കൂട്ടുകാർക്കാണെങ്കിലും നിങ്ങളുടെ കുടുംബക്കാർക്കാണെങ്കിലും നിങ്ങളുടെ ദാനധർമ്മം റബ്ബ് സുബ്ഹാനഹു തആല സ്വീകരിക്കുക തന്നെ ചെയ്യും. ഏതാകുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആ പ്രാർത്ഥന? എല്ലാ മുഅ്മിനുകൾക്കും എല്ലാ മുഅ്മിനാത്തുകൾക്കും അറിയുന്ന ഒരു പ്രാർത്ഥനയാകുന്നു ആ പ്രാർത്ഥന. ചെറിയ ഒരു പ്രാർത്ഥനയാകുന്നു. നമ്മൾ 5 വക്ത് നിസ്കാരത്തിന് ശേഷവും പ്രാർത്ഥിക്കുന്ന ഒരു ചെറിയ ഒരു പ്രാർത്ഥനയാണ്. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം എന്നതാകുന്നു ആ പ്രാർത്ഥന. ഈ പ്രാർത്ഥന ഒരാൾ പ്രാർത്ഥിച്ചിട്ട് ഒരാൾ തൻ്റെ സുഹൃത്തിനോ മറ്റുള്ള ആരെങ്കിലും ദാനധർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ ദാനധർമ്മം റബ്ബ് സുബ്ഹാനഹു തആല സ്വീകരിക്കുക തന്നെ ചെയ്യും എന്നതാകുന്നു നമുക്ക് ഇസ്ലാം മതം പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ദാനധർമ്മം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ കൊടുക്കുന്ന ആർക്കാണ് കൊടുക്കുന്നത് അവർക്ക് നിങ്ങൾ കൊടുക്കുക. എന്നാൽ നിങ്ങളുടെ ഈ ദാനധർമ്മം റബ്ബ് സുബ്ഹാനഹു തആല സ്വീകരിക്കും എന്നതാകുന്നു പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രാർത്ഥനകളും ഒരുപാട് മന്ത്രങ്ങളും ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.